ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഷോപ്പിംഗ് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇവിടെ വീക്കെൻഡിലൊക്കെ കാനഡയിൽ വീക്കെൻഡിലൊക്കെ ആണ് ഷോപ്പിംഗ് ചെയ്യണത് ഇവർ. അപ്പോൾ നോൺ വെജും പിന്നെ വെജ് ഐറ്റംസോ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പോയി വാങ്ങും. അപ്പോൾ ഇത് നമ്മുടെ ബീഫാണ്. ബീഫ് ഇങ്ങനെ പാക്കറ്റിലാക്കാണ് വന്നത്. അപ്പോൾ ഈ എടുക്കണത് ഒരു ആടിൻ്റെ കാലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതൊക്കെ തന്നെ പാക്ക് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഫ്രീസറിലൂടെ തന്നെ വെക്കും. പിന്നെ ആവോലി മീനിൻ്റെ ഒരു പാക്കറ്റാണത്. അപ്പോൾ ഇങ്ങനെ ശനിയോ വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ച നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകും. അത് ചെറിയ തേങ്ങ പാക്കറ്റിലേക്ക് വരുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം നാടൻ തണ്ണിമത്തൻ. നമ്മുടെ കേരളത്തിലാണെന്ന് അറിയാൻ പാടില്ല, പക്ഷേ ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല വെള്ളവുമുണ്ട്, മധുരമൊക്കെ ഉള്ളതാണ്. പിന്നെ ഇത് ചെറുനാരങ്ങ. ഇത് കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നിയിട്ട് വലിയ നാരങ്ങയാണ്. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ നല്ല നീരുണ്ടാവും ഇതിൽ. അപ്പോൾ 2 വാങ്ങി നോക്കിയതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് വാങ്ങി അച്ചാറിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ തൂക്കമൊന്നും നോക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ളത്രയും വാങ്ങി നമ്മൾ എത്ര തൂക്കണമെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ അതിൻ്റെ പൈസ വരും. അപ്പോൾ അത് അടച്ചാൽ മതി. അതായത് 1 കിലോ 1/4 കിലോ അങ്ങനെയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. പിന്നെ തക്കാളി, ഇഞ്ചി, പിന്നെ എന്നിട്ട് ഇത് മത്തിയാണ്. നമ്മൾ ഫ്രഷ് മത്തി എന്നല്ല, ഇത് ഐസൊക്കെ വെച്ചിട്ടുള്ള മത്തിയാണ്. പക്ഷേ ഇത് ടേസ്റ്റ് അധികം കുഴപ്പമൊന്നുമില്ല എന്നാണ് മക്കൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് എടുത്തത്. പിന്നെ ഇത് ക്രൊസൻ്റ എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മളുടെ നാട്ടിലെ ബണ്ണ് പോലെയാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ബട്ടറൊക്കെ വെച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചൊന്ന് 30 സെക്കൻഡ് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊപ്പവും കഴിക്കാം. ഇത് പാലാണ്. പാലിൻ്റെ കവർ ഇങ്ങനത്തെ 2 വലിയ ഒരു 1.5 ലിറ്റർ വീതമുള്ള 2 കവറുകളിലേക്കാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ ഫ്രീസറിലെടുത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതിയാകും. പിന്നെ വെളുത്തുള്ളി, പഴം. ഇത് നമ്മുടെ നാട്ടിലെ റോബസ്റ്റ് പഴം പോലെ തന്നെയുള്ള ടേസ്റ്റാണ്. പക്ഷേ ഇത് കേടോ അങ്ങനെ ചെയ്യലൊന്നുമില്ല. ഇത് നല്ല ഫ്രഷ് പഴമാണ്. പിന്നെ കായ മേടിച്ചത് ഏത്തക്കായ. നമ്മുടെ നാട്ടിലെ പോലെ അത്രയും നല്ല കായല്ല, നാടൻ കായല്ല. ഇത് ഒരിത്തിരി നമ്മുടെ നാടൻ കായ പോലെ അത്രയും ടേസ്റ്റില്ല, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കേടാകാത്തേക്ക നല്ല കായ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബീഫൊക്കെ വയ്ക്കുമ്പോൾ അതൊക്കെ ഇട്ട് വയ്ക്കാനുള്ള കായാണത്. പിന്നെ മാങ്ങ ഫ്രഷ് മാങ്ങയാണ്. ഇതിന് നല്ല പുളിയുണ്ട്. നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ എടുക്കാൻ വേണ്ടി 2 മാങ്ങയും വാങ്ങി. പിന്നെ മുളകാണ് ഞാൻ പറഞ്ഞത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. നല്ല മണവും നല്ല എരിവുണ്ട് ഇതിന്. ഇത് നമുക്ക് കറി വയ്ക്കുമ്പോൾ 1 ഇട്ടാൽ മതിയാകും. കറി മുഴുവനും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇവിടുത്തെ അങ്ങനെ ഷോപ്പിങ്ങൊക്കെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നോൺ വെജ് ഐറ്റംസും എല്ലാം അന്ന് തന്നെ ആവശ്യമുള്ളതൊക്കെ വാങ്ങും. ഓറഞ്ച് ഇങ്ങനെ പാക്കറ്റിലാക്കി, പിന്നെ ആപ്പിള്, പിന്നെ ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ ചെറിയ പാക്കറ്റ് ഒരു കമ്പനിയുടെ വാങ്ങി. പിന്നെ നമ്മൾ കേരള സ്റ്റോറുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കിട്ടും. അരിപ്പൊടി, റവ, പിന്നെ പാലപ്പപ്പൊടി, ഇതെല്ലാം കിട്ടും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നേരത്തെ വാങ്ങിയിട്ടുണ്ടായി. ഇത് ശർക്കര പൊടിച്ചതാണിത്. ഇതൊക്കെ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ നമ്മൾ മാഗിയുടെ മിൽക്ക് പൗഡർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ, ഇത് വലിയ പാക്കറ്റാണ് വാങ്ങിയേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ തേങ്ങാപ്പാലിനൊക്കെ പകരം ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പണി എളുപ്പം കഴിയും. 3-4 സ്പൂണിട്ട് ചെറു ചൂടുവെള്ളത്തിലിട്ട് കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൻ്റെ പകരമുള്ള ഇത് കിട്ടും. പിന്നെ ഇത് നമ്മൾ തലേ തേക്കണ പാരഷൂട്ട് വെളിച്ചെണ്ണയാണ്. ഇതൊന്ന് ചൂടാക്കി കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം തലേ പുരട്ടാം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ ഇത് ഡേറ്റ്സ് മകൾക്ക് തിന്നാനുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.